പക്ഷെ ചേട്ടൻ ചില ഇൻഡ്യൂഷൻസ് അങ്ങനെ പറയും. അത് വളരെ കറക്റ്റാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അതെ, ഒരു പ്രത്യേകിച്ചൊരു എന്നെ വലിയ ഇഷ്ടമാണ്. എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് പേര് ശാലിനി എന്നാണ്. പക്ഷെ അവിടുത്തെ വീട്ടിൽ വെച്ച് അപ്പൊ ഇങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടി എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന ഒരാളേ ഉള്ളൂ. അത്രയും ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകുമ്പോഴും ചേച്ചി കണ്ട് കുറെ കാലമായി. സംസാരിച്ചോണ്ട് പോയപ്പോ എനിക്ക് ചെറിയ ഡൗട്ടാ. സംസാരം പിന്നെ എനിക്ക് ഡൗട്ട് വേറെ ആരൊക്കെയാണ് ചുരിദാറിട്ട് കണ്ടിട്ടില്ല. അവിടെ ചെല്ലുമ്പോഴും ഞാൻ കൊണ്ടുവിടാം. ഞാൻ കൊച്ചു കുഞ്ഞോട്ടെ ഇപ്പൊ പെട്ടെന്ന് ചേട്ടനായിട്ട് കൊണ്ട് തന്നെയാണോ പറഞ്ഞാ മതി ചേട്ടൻ വന്നെന്താണെന്ന്. എല്ലാം വാങ്ങിച്ചിട്ട് വന്ന് ചെയ്തേരും. ഇല്ലെങ്കിൽ പറയും വീട്ടിൽ അവിടെ ചെയ്യാം, നമ്മുടെ അവിടെ പരദേവതയ്ക്ക് ഇന്നത് ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ പിന്നെ ഞാൻ അത് ചെയ്യും. മതി എന്ന് പറയും. ഇവിടെ ഒന്നും ചെയ്യണ്ട, അവിടെ പരദേവതയ്ക്ക് ഇന്നത് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും അമ്പലം പറയും, പത്മനാഭ സംശയത്തിൽ പോയി അവിടെ ഇങ്ങനെ എന്തെങ്കിലും അങ്ങ് പറയും. ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ കുറേ ദിവസമായിട്ട് എനിക്ക് ഈ കൈക്കൊരുത്ത് വന്നപ്പോൾ പോലെ എനിക്കൊരു ഗണപതി ഹോമം വീട്ടിനകത്ത് നടത്തണം ഇങ്ങനെ ആഗ്രഹം. അപ്പൊ ഞാൻ ഇതൊക്കെ വാങ്ങിച്ച് പോച്ചിട്ട് ഇനിയല്ല എനിക്കൊരു ഗണപതി ഹോമം നടത്തണം. അപ്പൊ എനിക്ക് അറിയത്തില്ല ആരെയും അങ്ങനെ, നമുക്ക് വേറെ ആരെയും അറിഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു GST നിങ്ങളെല്ലാരും കുടുംബത്തോടെ ഇങ്ങനെ ഒന്നും പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അമ്മേനെ അനിയത്തി ബന്ധുക്കൾ സൂചന തന്നിട്ടുണ്ട്. ആരാണ് നോക്കാറുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഡാക്ടേഴ്സ് കൂടെ വന്നിട്ടുണ്ട് പുള്ളി. കൂടെ അതായത് മൈലമൂട്ടിലോട്ട് പോകാമെന്ന് വഴി അറിയാം. മൈലമൂട് കളത്ര കഴിഞ്ഞു മൈലമൂട്ടിൽ വലത്തോട്ട് കാലം നടന്നത്. വലത്തോട്ട് അതേ കൂടെ കൂടെ പേരുകളുണ്ട്. വെള്ളിയൊന്നും ശനിയായിട്ട് ഞാൻ ഇന്നാളായി അത് ഭയങ്കര നോളജാണ്. ദൈവീയമായ ഒരു മാത്രമല്ല നല്ല കഴിവും. സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോകും. 80 പിള്ളേരുണ്ട്. 80 തോന്നുന്നു. എന്നാൽ തന്നെ 55, 10, 65, 10, 75, 25 കൊല്ലം പെൻഷനായില്ലേ. വീടൊക്കെ അറിയാല്ലേ? ഭയങ്കര അറിവാണ് അവർ. അമ്മ എന്നെ വഴക്ക് പറഞ്ഞ് അങ്ങനെ ഒരിക്കൽ ഞാൻ പോയി. പുരാണം അരത്തി ഇറക്കി കുടിച്ച് അല്ല അറിവുണ്ട്, അവർ കഴിവുണ്ട്. സാറല്ലേ, ഹെഡ് മിസ്ട്രസ് അല്ലേ, അതിൻ്റെ സുഹൃത്തുക്കളല്ലേ. എത്രയെങ്കിലും പിള്ളേരെ സർട്ടിഫിക്കറ്റ് പെൻഷനായി ആറിനാട്, നെടുമങ്ങാട്, വേറെ എവിടെയോ ആദ്യമേ കണക്കാണ്. ഒരു കണക്കാണ്, മാത്സാണ്.
ബോയ്സ് സ്കൂളിലൊക്കെ ഇങ്ങനെ നല്ല പേരുള്ള സാധനമാണ്. പിള്ളേരെയൊക്കെ വരയും ഈ പരീക്ഷയ്ക്ക് പിന്നെ പിള്ളേരെ അക്രമത്തിനൊന്നും ഒക്കത്തില്ല, ഈ സമരത്തിനൊന്നും. എങ്കിൽ അച്ഛനെ അമ്മയൊക്കെ അങ്ങ് വരുത്തും. അങ്ങനത്തെ സ്കൂളാണ്. സമരം ചെയ്യാൻ പറ്റൂല, സമരമൊന്നും ചെയ്യാൻ ഒക്കില്ല. എങ്കിൽ ഉപ്പാട് വരും. അവിടുന്ന് പിടിച്ചു ഇപ്പൊ അടുത്ത് തന്നെ അവിടെ അമ്പലത്തില് അതാ ടീച്ചറുമായിട്ട് സാറേ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു. അയ്യോ അക്കെ കണ്ടപ്പോ അതൊരു എനിക്കങ്ങ് ചേട്ടൻ വന്നു. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് കൂടെ ഒന്ന് എടുക്കണം, എല്ലാവരുടെയും കൂടെ ഒരെണ്ണം എടുക്കണം. ഇവിടെ ഇവിടെ സ്ഥാനത്ത് ഞാൻ കൊണ്ടുവിടാം. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തല്ലേ? എല്ലാരെയും ഒന്ന് കാണാനേ. രണ്ടും ഇങ്ങനെയാണ് ചേട്ടാ, ഒന്ന് ഒരു വിടലങ്ങ് വിടും. അപ്പൊ എല്ലാരെയും ഒന്ന് കണ്ട്